2026 കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കുക എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നിട്ടുള്ള മാട്രിക്സ് സർവേ എന്താണ് എന്ന് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ എടുത്ത് നിങ്ങളെ അറിയിച്ചിരുന്നു. ഇന്ന് നമുക്ക് പറയാനുള്ളത് 2 സർവേകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ സർവേ എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി സീ വോട്ടർ സർവേ നടത്തിയ സർവേയാണ്. അതുപോലെ തന്നെ അതിൽ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയാം. മറ്റൊരു സർവേ എന്ന് പറയുന്നത് വോട്ട് വൈബ് നടത്തിയിട്ടുള്ള സർവേയാണ്. അവർ നടത്തിയിട്ടുള്ളത് 5146 പേരിൽ നിന്നാണ് അവർ സർവേ എടുത്തിട്ടുള്ളത്. അതാണ് അവരുടെ സാമ്പിൾ. ആ സാമ്പിൾ നടത്തിയിട്ടുള്ള സർവേകളിൽ അവർ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഓരോന്നിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ഏറ്റവും ഒടുവിൽ BJPക്ക് വേണ്ടി C4 നടത്തിയതിൽ പോലും ഒരു ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാകും എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടി വരാനുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഈ വോട്ട് വൈവിൻ്റെ സർവേയിൽ പറഞ്ഞത് സർക്കാരിൻ്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ 32.8% പേർ പറഞ്ഞിട്ടുള്ളത് വളരെ മികച്ചത് എന്നുള്ളതാണ്. കൂടാതെ മികച്ചത് എന്ന് പറയുന്ന 7.3% ആളുകൾ കൂടിയുണ്ട് എന്നുള്ളത് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40.1% ആളുകൾ മികച്ചത് അല്ലെങ്കിൽ വളരെ മികച്ചത് എന്നാണ് സർക്കാരിൻ്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ഈ സർവേ പ്രകാരം. സർവേകൾ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷേ എങ്കിലും അതാണ് ഇത് സൂചിപ്പിക്കുന്നൊരു കാര്യം. ഇത് കൂടാതെ ശരാശരി എന്ന് പറഞ്ഞേക്കുന്നത് ഒരു 12.3% ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ശരാശരി കൂടി കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 52.4% ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് എന്ന് നമ്മൾ എടുക്കേണ്ടി വരും. അതേസമയം തന്നെ വളരെ മോശം എന്ന് പറഞ്ഞേക്കുന്നത് 18.9% പേരാണ്. വളരെ മോശം എന്ന് പറഞ്ഞേക്കുന്നത് 20.1% പേരാണ്. അപ്പോഴും 40% പേരാണ് മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ അഭിപ്രായമില്ല എന്ന് പറഞ്ഞേക്കുന്നത് 7.4% ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതായത് അഭിപ്രായമില്ല എന്ന് പറയുന്ന ഒരു 7.4% കൂടി ഉണ്ട്. പക്ഷേ ഏതാണ്ട് ഒരു ശരാശരി മുതൽ മുകളിലേക്ക് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ മികച്ചതും വളരെ മികച്ചതും കൂടി കണക്ക് കൂട്ടിയാൽ പോലും ഒരു 40.1% വരും. പക്ഷേ ശരാശരി കൂടി കണക്ക് കൂട്ടിയാൽ 50.4% വരും. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ മികച്ച ചോദ്യമാണ്. ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതിൽ പിണറായി വിജയന് 29.2%, കൂടാതെ KK ശൈലജയ്ക്ക് 9.3%, MA ബേബി 1.2% പറഞ്ഞേക്കുന്നത്. എല്ലാവരും തന്നെ ഇടതുപക്ഷത്തെ ആളുകളാണ് എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അതിൽ അടുത്ത ചോദ്യം വന്നേക്കുന്നത് മറ്റുള്ളവർ എന്ന് പറയുന്നത് 26.2% അഭിപ്രായം പറയാത്തവർ 2.5%. അപ്പോൾ നിങ്ങൾ ഓർക്കണം, KK ശൈലജയ്ക്ക് 9.3%, അതുപോലെ പിണറായി വിജയന് 29.2% ഉള്ളത്. ഇനി അടുത്തത് ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ പിണറായിയെയും അതുപോലെ VD സതീശനെയും രാജീവ് ചന്ദ്രശേഖരനെയും മാത്രം റിസൾട്ടുകൾ പറഞ്ഞാൽ 29.2% പിണറായി വിജയനുമാക്കണമെന്നും 29% VD സതീശനാകണമെന്നും, അതായത് കേവലം 0.2 വ്യത്യാസമേ പിണറായി വിജയന് കൂടുതലായിട്ടുള്ളൂ എന്ന് ചുരുക്കം. അല്ലെങ്കിൽ ഇപ്പോഴും സതീശൻ 0.2% പിണറായി വിജയനേക്കാൾ താഴെയാണെന്നുള്ള ലെവലിൽ നമുക്ക് കാണാം. രാജീവ് ചന്ദ്രശേഖർ ആകണം എന്ന് പറയുന്നത് 10.8% വരുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് ഈ സർവേകളുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്നുള്ളതാണ് വോട്ട് വൈബ് അടുത്തതായി ചോദിക്കുന്ന ചോദ്യം. അതിൽ ഒന്നാമത്തെ കാര്യം തൊഴിലില്ലായ്മയാണ്. അത് 15.6% പേരാണ് പറഞ്ഞേക്കുന്നത്. വികസനമില്ലായ്മ 3.9% പേരാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വളരെ ഡീറ്റെയിലായി സംസാരിച്ചിട്ടുള്ള സർവേകളിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. ഇതെങ്ങനെയാണ് സർവേ നടത്തിയത് എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഇതിൻ്റെ ജെനുവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. വികസനമില്ലായ്മ വെറും 3.9% ഉള്ളൂ. ക്രമസമാധാന പ്രശ്നങ്ങൾ 9.3%. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള 4.3%. ഇതാണ് ആളുകൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിച്ചേക്കുന്നത്. ഇനി കൂടാതെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത് 5.4% പേരാണ്. വിലക്കയറ്റം എന്ന് പറയുന്നത് 19.7% പേരാണ്. മദ്യവും മയക്കുമരുന്നും എന്ന് പറഞ്ഞേക്കുന്നത് 12.7% പേരാണ്. അഴിമതി എന്ന് പറഞ്ഞേക്കുന്നത് 14.3% പേരാണ്. അഭിപ്രായമില്ല എന്ന് പറഞ്ഞിട്ടുള്ള 9.8% ആളുകളുണ്ട്. ഇനി അടുത്തത് ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏതാകും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതിൽ LDFനാണ് മുൻതൂക്കം. LDFന് നേരിയ മുൻതൂക്കമേ ഉള്ളൂ. 41.6% ആളുകൾ ഭൂരിപക്ഷം നേടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ മുന്നണിയായിട്ട് LDFനാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. രണ്ടാമത്തേത് UDF ആണ്. അത് 41%. NDAക്ക് വെറും 10.1% മാത്രമേ ഉള്ളൂ. അതേഴ്സ് മറ്റുള്ളവർ 1.4%.
ആർക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള 1.5%, 1.5%, അഭിപ്രായമില്ല എന്ന് പറഞ്ഞേക്കണം 4%-ഓളം ആളുകളുണ്ട്, 4%. ഇതിലെനിക്ക് ഏറ്റവും കൗതുകമുണ്ടാക്കിയ ഒരു ചോദ്യം അടുത്തതാണ്. സിറ്റിംഗ് MLAക്ക് വീണ്ടും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സിറ്റിംഗ് MLAക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ആർക്കായിരിക്കും ഗുണകരമാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. തീർച്ചയായിട്ടും അത് LDFനായിരിക്കും. കാരണം അവരുടെ കൂട്ടത്തിൽ 98 MLAമാരുണ്ടായിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അതിൽ തന്നെ ഏതാണ്ട് 73-ഓളം പേർ വീണ്ടും സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ്. വളരെ കൂടുതൽ എന്ന് പറഞ്ഞേക്കുന്നത് 39.7% വരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് CPMൻ്റെയും അതുപോലെ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ മഹാഭൂരിപക്ഷം MLAമാരും വീണ്ടും മത്സരിക്കുന്നുണ്ട്. ചിലർ മാത്രമേ മണ്ഡലമൊക്കെ മാറിയിട്ടുള്ളൂ എന്നുള്ളത് ചുരുക്കം. അപ്പോൾ അതിൽ സിറ്റിംഗ് MLAക്ക് വീണ്ടും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചതിൽ വളരെ കൂടുതൽ എന്ന് പറഞ്ഞേക്കുന്നത് 29.7%, 39.7% പേരാണ്. 40%-ത്തിനടുത്ത് സിറ്റിംഗ് MLAക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞേക്കണതാണ്. ഇത് കാണിക്കുന്നൊരു കാര്യം MLAമാർക്കെതിരെ വലിയ ആൻറ്റി ഇൻകുംബൻസി ഒന്നും നിലവിലില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്, അതേ പാർട്ടിയിലെ മറ്റൊരാൾ എന്ന് ചോദിച്ചാൽ അത് 23.4% ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ അതായത് MLAമാർ നിന്നാൽ കുറേ കൂടി സാധ്യതകളുണ്ട് എന്ന് ചുരുക്കം. ഇനി ഇതും കൂടാതെ ചിലപ്പോൾ എന്ന് പറഞ്ഞേക്കണം ഒരു 5.3%-ഓളം പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 40-45%-ഓളം ആളുകൾ നിലവിലുള്ള MLAമാർക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. ഒട്ടും സാധ്യതയില്ല എന്ന് പറഞ്ഞേക്കുന്നത് 18.8%-ഓളം ആളുകളും, അഭിപ്രായമില്ല എന്ന് പറഞ്ഞേക്കുന്നത് 12.8%-ഓളം ആളുകളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അഭിപ്രായമില്ല എന്ന് പറഞ്ഞവരിലൊക്കെ കുറച്ച് പേര് വേണമെങ്കിൽ MLAക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുന്ന സാധ്യതയുണ്ട്. ഒട്ടും സാധ്യതയില്ല എന്ന് പറഞ്ഞേക്കുന്നത് 18.8%. അതുപോലെ ചിലപ്പോൾ എന്ന് പറഞ്ഞേക്കുന്നത് 5.3%. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോലും ഒരു 24.1%-ഓളം ആളുകൾ മാത്രമേ നിലവിലുള്ള സിറ്റിംഗ് MLAക്ക് വോട്ട് ചെയ്യാതിരിക്കൂ എന്നുള്ളത് ചുരുക്കം. ഇത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് ആ വോട്ട് ചോദിച്ചേക്കുന്നത്. ഇനി അടുത്തത് 2 പാർട്ടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. വേറെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിസന്ധികൾ എന്താണ് എന്നുള്ളത് വോട്ട് പേപ്പർ ചോദിച്ചിട്ടുണ്ട്. അതിൽ ആളുകൾ പറഞ്ഞേക്കുന്നത് വിഭാഗീയതയാണ്. 45.5%-ഓളം ആളുകൾ. വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലെ പരാജയം എന്ന് പറഞ്ഞേക്കുന്നത് 8.4%. ക്രിസ്ത്യൻ ബെൽറ്റിൽ സ്വാധീനം നഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന 4.6%-ഓളം ഉണ്ട്. അമിത ആത്മവിശ്വാസം ഹരിയാനയിലൊക്കെ ഉണ്ടായ പോലെയുള്ള അമിത ആത്മവിശ്വാസമാണ് എന്ന് പറയുന്ന 2.8%-ഓളം ആളുകളുണ്ട്. കൂടാതെ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനോടുമുള്ള അമിതമായ വിധേയത്വം എന്ന് പറഞ്ഞേക്കണ 9.8% ഇത് വോട്ടിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റുള്ളവർ എന്ന് പറഞ്ഞേക്കുന്നത് 7.2%-ഓളം ആളുകളുണ്ട്. അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞേക്കുന്നവരാണ് കൂടുതൽ. അവർ 22.6% അതായത് വിഭാഗീയത കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞേക്കുന്നത് അവർക്ക് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ അഭിപ്രായമില്ല എന്നുള്ളതാണ്. അതുപോലും നമുക്കൊരു മടുപ്പായി വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉള്ളത്, BJPയുടെ വികാസത്തിന് തടസ്സമാകുന്നത് എന്താണ് കേരളത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ഗംഭീരമായിട്ടുള്ള മറുപടികളാണ് ഈ സർവേയിൽ പങ്കെടുത്തവർ നൽകിയേക്കുന്നത്. കേരളത്തെ തിരിച്ചറിയുന്നതിൽ വലിയ പോരായ്മകളുണ്ട് എന്നുള്ളതാണ് 30.9% എന്ന് പറഞ്ഞാൽ 31%-ഓളം ആളുകൾ പറഞ്ഞേക്കുന്നത്. CPMനുള്ള ഹിന്ദു പാർട്ടി പരിഗണന, അതായത് CPMനെ തന്നെ ഒരു ഹിന്ദു പാർട്ടി പരിഗണനയായി കാണുന്നു എന്നുള്ളതാണ് 19.8% പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് BJPക്ക് വളരാൻ കഴിയാത്തത് എന്നുള്ളതാണ്. കൂടിയ ന്യൂനപക്ഷ ജനസംഖ്യ എന്ന് പറഞ്ഞേക്കുന്ന ആളുകൾ, അതായത് കേരളത്തിലെ ന്യൂനപക്ഷ ജനസംഖ്യ കൂടുതലുള്ളതുകൊണ്ടാണ് വളരാൻ കഴിയാത്തത് എന്ന് പറഞ്ഞിരിക്കുന്ന 10.6% വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലെ വീഴ്ചയാണ് എന്ന് പറഞ്ഞേക്കുന്ന 5.9% അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു നേതാവിൻ്റെ അഭാവം എന്ന് പറഞ്ഞേക്കുന്ന 4% മറ്റ് അഭിപ്രായം എന്ന് പറയുന്നത് 9.6% അഭിപ്രായമില്ല എന്ന് പറയുന്നത് 19.1%-ഓളം ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിൽ കൂട്ടിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ അവർ പ്രവചിച്ചേക്കുന്ന ഒരു കാര്യം 71 സീറ്റുകളിലേക്ക് LDF എത്തും എന്നാണ്. പ്ലസ് ഓർ മൈനസ് ആണ് എന്ന് പറഞ്ഞാൽ 68 സീറ്റുകളിലേക്ക് വേണമെങ്കിൽ ചുരുങ്ങാം, അല്ലെങ്കിൽ 74 സീറ്റുകൾ വരെ കൂടാം. അതാണ് LDFൻ്റെ സാധ്യത അവർ വിലയിരുത്തുന്നതെങ്കിൽ. UDFൻ്റെ സാധ്യത 67 സീറ്റുകൾ നേടുമെന്നാണ്. അതും പ്ലസ് ഓർ മൈനസ് 3 ആണ് പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ 64ലേക്ക് താഴാം, അല്ലെങ്കിൽ മാക്സിമം വന്നാൽ 70ലേക്ക് വരെ വരാം എന്നുള്ളതാണ് വോട്ട് വൈബിൻ്റെ സർവേ പറയുന്നത്. NDAക്ക് 2 സീറ്റുകൾ കിട്ടാം, പ്ലസ് ഓർ മൈനസ് 1 ആണ് പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞാൽ 1 സീറ്റായി പോകാം, അല്ലെങ്കിൽ 2 സീറ്റുകൾ കിട്ടാം. ഇതാണ് അവരുടെ സർവേ ഫലം എന്ന് പറയുന്നത്. ഇത് വളരെ കൃത്യമായി പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സർവേ ഫലത്തിലേക്ക് വരാം. ആ സർവേ എന്ന് പറയുന്നത് BJPക്ക് വേണ്ടിയിട്ട് C4 നടത്തിയിട്ടുള്ള സർവേ ആണ്. ആ C4 നടത്തിയിട്ടുള്ള സർവേയിൽ അതിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മലബാറിൽ LDFൻ്റെ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ്.
മധ്യ കേരളത്തിൽ UDF നേട്ടമുണ്ടാകും, പക്ഷേ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന നേട്ടമുണ്ടാകും എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിൽ NDAക്ക് വലിയ നേട്ടമുണ്ടാകും എന്നുള്ളതാണ്. ആ സർവേ 10,033 പേരിൽ നിന്നാണ് സാമ്പിൾ സ്പേസ് എടുത്തേക്കുന്നത്. അതായത് ഈ സാമ്പിൾ സ്പേസ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 5,000 10,000 ഒന്നും കേട്ടിട്ട് നമ്മൾ വലിയ മെച്ചമുണ്ട് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. മാതൃഭൂമിയുടെ സാമ്പിൾ സ്പേസ് കുറേ കൂടി ഗംഭീരമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ നിന്ന് 200ഓളം പേരിലധികമാണ് അവരെടുത്തിട്ടുള്ളത്. 28,000ഓളം പേരാണ്. അപ്പോൾ അത്തരത്തിൽ മാതൃഭൂമിയുടെ സർവേയാണ് എനിക്ക് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായി തോന്നുന്നത്. പക്ഷേ ഇതിനുള്ള പ്രത്യേകത, ഈ വോട്ട് പൈപ്പിൻ്റെയൊക്കെ പ്രത്യേകത കഴിഞ്ഞ 21-ാം തീയതി വരെയുള്ള സർവേ ഡീറ്റെയിൽസ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ BJPയുടെ സി വോട്ടർ സർവേയും ഏതാണ്ട് 2 ദിവസം മുമ്പ് വരെയുള്ള സർവേ ഡീറ്റെയിൽസുകളാണ് അവർ പുറത്തേക്ക് വിട്ടേക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ സർവേകളിൽ നിന്ന് BJPയുടെ സർവേ പോലും പ്രവചിക്കുന്നത് 39% വോട്ടുകൾ നേടിക്കൊണ്ട് LDF അധികാരത്തിലേക്ക് എത്തും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സി വോട്ടറിൻ്റെ സർവേ വന്നേക്കണം LDF 65 മുതൽ 71 വരെ സീറ്റുകൾ നേടുമെന്നാണ്. പക്ഷേ ഇതിൽ ചില നമുക്കൊരിക്കലും ഒരു റാഷണൽ തിങ്കിങ് വഴി, ലോജിക്കൽ തിങ്കിങ് വഴി വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരാം. LDFന് 65 മുതൽ 71% വരെ വോട്ടുകൾ കിട്ടുമെന്ന്, 70 സീറ്റുകൾ കിട്ടുമെന്ന്, അത് 39% വോട്ട് പെർ ഷെയറിലേക്ക് എത്തുമെന്നുമാണ് പറഞ്ഞേക്കുന്നത്. UDFന് 60 മുതൽ 66 വരെ സീറ്റുകൾ മാക്സിമം കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 38%-ഓളം സീറ്റുകൾ, 1% വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതേതാണ്ട് ഇതുവരെയുള്ള എല്ലാ സർവേകളിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. NDAക്ക് പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത്, ഇനി NDAക്ക് വേണ്ടി നടത്തിയ സർവേ ആയതുകൊണ്ടായിരിക്കും, 9 മുതൽ 14 വരെ സീറ്റുകളാണ്. കൂടാതെ 21%-ഓളം വോട്ടുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി എന്നെ ഞെട്ടിക്കുന്നത്, അതേഴ്സ് എന്ന് പറയുന്ന 2 പേർ കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്, എന്താണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ ഇതാണ് BJPക്ക് വേണ്ടി C4 നടത്തിയ സർവേ പറയുന്നത്. ഈ സർവേകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് നേരിയ മുൻതൂക്കം LDFനുണ്ട് ഇതുവരെ എന്നുള്ള കാര്യങ്ങളാണ്.